ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല യാത്ര പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് പുറപ്പെടുന്ന MV ഗംഗാവിലാസ് ക്രൂയിസിലുള്ള യാത്ര ബംഗ്ലാദേശ് വഴി അസമിലെ ദിബ്രുഗഡിലേക്കാണ്. സുപ്രധാന നിമിഷമെന്നും വിനോദസഞ്ചാരത്തിന്റെ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. प्रधानमंत्री महोदय हरी झंडी दिखाकर गंगा विलास क्रूज के गंतव्य की ओर रवाना कर रहे हैं. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ടൂറിസം യാത്രയ്ക്കാണ് വാരണാസിയിൽ തുടക്കമായത്. MV ഗംഗാവിലാസ് ക്രൂസിലുള്ള യാത്ര വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഈ യാത്രയിലൂടെ കിഴക്കൻ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ये क्रूज 25 अलग अलग नदियां या नदी धाराओं से होकर गुजरेगी और जो लोग भारत के समृद्ध खान पान का अनुभव लेना चाहते हैं उनके लिए भी ये बेहतरीन अवसर है. क्रूज टूरिज्म का ये नया दौर इस क्षेत्र में हमारे युवा साथियों को रोजगार स्वरोजगार के नए अवसर भी देगा. ഇന്ത്യയിൽ നിർമ്മിച്ച MV ഗംഗാവിലാസ് എന്ന ആഡംബര കപ്പൽ ഈ യാത്രയിൽ 51 ദിവസം കൊണ്ട് 3200 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലൂടെയും ബംഗ്ലാദേശിലൂടെയുമായി കടന്നുപോകുന്ന യാത്രയിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള 32 വിനോദസഞ്ചാരികളാണ് ഉള്ളത്. ഇത്രയും ദിവസം യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 12 ലക്ഷത്തോളം രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം 100 കോടിയുടെ ഉൾനാടൻ ജലഗതാഗത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഇത് കിഴക്കൻ ഇന്ത്യയിൽ വ്യാപാരവും തൊഴിലവസരങ്ങളും വിനോദസഞ്ചാരവും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.